ശിവ. ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട് വരെ ഒന്ന് പോകണം. അതിന് മുമ്പ് നമുക്ക് വേറെ സ്ഥലം വരെ പോകാണ്ട്. നമുക്ക് സൺഡേ ഒരു ഷൂട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഡേറ്റ് മാറുമെന്ന് അറിയില്ല. അപ്പോൾ അതിന് വേണ്ടി ബ്ലൗസ് കൊടുക്കാൻ വേണ്ടി പോകാൻ കേട്ടോ, നമുക്ക് അളവിന് വേണ്ടിയിട്ട്. അപ്പോൾ വിജിക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ട്. ഒരു ഗിഫ്റ്റാണ് കേട്ടോ, ബേബിക്കുള്ള ഗിഫ്റ്റാണ്. അത് നമ്മൾ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു അതിന് വേണ്ടിയിട്ട്. കാരണം ഷിവുവിന് ഭയങ്കര ഇഷ്ടമാണ്, ബേബിയുടെ ഐറ്റംസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും അത് വിജി അയച്ചു, ഫോട്ടോ അയച്ചു, സാധനം ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മളത് ഷിവുവിന് കാണിക്കാൻ വേണ്ടിയിട്ട് പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പേ ഞാൻ ബ്ലൗസ് എന്താ പറയുക, അളവ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നു കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് ഷൂട്ട് ഇടയ്ക്ക് നടക്കാറുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതേ നേരെ നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഗൈസ്. നമ്മളെങ്ങടെ പോണേ? എടക്കളത്തൂര് എത്തി. എന്തിനാ പോണ നമ്മള് അങ്ങോട്ട്? ഞാൻ അച്ഛൻ പോട്ടെ, തിരിച്ചു പോട്ടെ. എന്തിനാ പോണേ? കുഞ്ഞവിടെ എന്തിട്ട് സാധനങ്ങളാ? വിജിക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തുവിന്റെ സൗണ്ട് ശരിയായിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ശിവന് അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ് സാധനങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഭാവിക്ക് വേണ്ടി ഒന്നും പർച്ചേസ് ചെയ്ത് തുടങ്ങിയിട്ടൊന്നുമില്ല. അപ്പം എന്തായാലും കുറച്ച് ടൈം ഉണ്ടല്ലോ, അത് കാരണം കൊണ്ട് എത്തി. ഇവിടെ എന്നും കാണുന്ന പോലെ ഒരു പശുമ്പ, കുത്തണ പശുമ്പ, കൊമ്പില്ല കേട്ടാ, പാവം. എന്ത് രസല്ലേ എന്നെ കണ്ടപ്പോ ഇങ്ങോട്ട് വരണേക്ക്. അപ്പൊ നമ്മൾ എന്തായാലും ഒന്ന് പോയിട്ട് നോക്കട്ടെ. വന്നിട്ടുണ്ട് കുഞ്ഞാവേ, നിന്നെക്കാളും വലിപ്പുണ്ടായിനി. അപ്പോൾ ഇതേ വിജി ഒക്കെ കൊറിയറൊക്കെ പൊട്ടിച്ച് ഇതേ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. വാവനക്ക് എടുത്താനുള്ളതല്ല, വാവയുടെ സാധനങ്ങൾ വെക്കാനുള്ളത്. പിടിക്കാൻ ശിവ ബേബി വരാറായി. ബേബിക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഓരോരോ വിശേഷങ്ങളായിട്ട് നമുക്ക് ഓരോ ദിവസം ഇടാം കേട്ടോ. മുകളിലുണ്ട് സിബ്, ഇതിന്റെ മുകളിലുണ്ട് സിബ്. ആ സിബും കൂടി അടച്ചാലേ ശരിയാവുള്ളൂ. ഇതിലല്ലേ സിനിമാറ്റിക്. അതെ. ശിവു എങ്ങനെയുണ്ട്? ശിവു ഇഷ്ടമായി. ഇത് ഫീഡിങ് പില്ല. തലോണ. അതെ. ഇത് ബാഗിൽ സാധനങ്ങൾ വെക്കാനുള്ളത് ശിവ. കുട്ടി ഒന്ന് നോക്കടാ. മോസ്കിറ്റോ നെറ്റ്. കുഞ്ഞുവാ വന്നിട്ട് കെടുത്താട്ടെ ശിവു. കുഞ്ഞാ വരാറായി. കുറച്ച് നാൾ കഴിഞ്ഞ് വരും. എടുക്കാൻ പറ്റും. എന്റെ മോൻ എടുക്കാം. ചേച്ചിയാണോ പൊന്നാ? എന്നാ ശരി മേമ. ഇഷ്ടായ ശിവു? അല്ല ശിവു കളറൊക്കെ ഇഷ്ടായ? ഓക്കെ ഗൈസ്, ഇന്ന് നമ്മുടെ ശിവുവിന് സ്പോർട്സ് ഡേ ആണ്ടാ. മുക്കുറ്റിയ പറമ്പിലൊക്കെ ഉണ്ടാവും മുന്നോ, എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇതൊക്കെ കണ്ടില്ലേ?
എന്ന് പറഞ്ഞിട്ട് കൊടുത്തോട്ടാ. ഇന്ന് ഓട്ടവും ചാട്ടും സ്പൂൺ റൈസും തവളച്ചാട്ടും ഒക്കെ ഉണ്ടാവും ശിവന്. അതെ പൂ വെച്ചിട്ടില്ലേ പോയിട്ട് മണിയില്ലേ ഞാൻ വരിക എന്നിട്ട് ടീച്ചറുടെ അവിടെ ഇവിടെ നിൽക്കുക ടീച്ചറ് പോയാ ശിവന് സ്പോർട്സ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ശിവൻ്റെ യൂണിഫോം ഇങ്ങനെയാണ്, ജേഴ്സിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതേ ഞങ്ങൾ ഇപ്പോൾ പോണത് എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജീനെയും കൊണ്ട് സ്കാനിങ്ങിന് പോവാണ് കേട്ടോ, സൈമറിലേക്ക്. അപ്പോൾ ഈ ഒരു ടോപ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ, തലേദിവസം ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ്. എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ ഗൈസ്. വലിയ നന്നായിട്ടൊന്നും ഉണ്ടാവില്ല, ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണത്. ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്, അതായത് മറ്റേ സ്കേർട്ടിനുള്ള ടോപ്സൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരെണ്ണം ആദ്യമായിട്ടാണ്. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. മെയിനായിട്ടുള്ളൊരു ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിയുടെ വെയിറ്റ്, പിന്നെ അവൾക്ക് ഓക്കെ ആണോ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണൊരു ഡോക്ടറെ കാണാൻ വന്നത്. സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സമാധാനം ആവുള്ളൂ. അപ്പോൾ അത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. അവിടെ തന്നെ ഫുഡ് കഴിച്ചേട്ടാ. അങ്ങനെ ഡോക്ടറെയൊക്കെ കണ്ട് സമാധാനമായിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ കുട്ടുവിന് ഞാനത് കാണിച്ചു കൊടുത്തു, സ്കാനിങ് റിപ്പോർട്ട് കാണിച്ചു കൊടുത്തു, വാവേനൊക്കെ അതിൽ കാണിച്ചു കൊടുത്തു. അപ്പോൾ വാവ വരുമ്പോൾ വലിയമ്മയും വലിയച്ഛനാണ് ഞങ്ങൾ. ഭയങ്കര ഒരു ഇതിലാണ്, സന്തോഷത്തിലാണ് ഞങ്ങൾ കേട്ടോ. അപ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളിത് ഇങ്ങനെ സ്കാനിങ് റിപ്പോർട്ടൊക്കെ നോക്കി വാവേനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 3D സ്കാനിങ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവൾക്കും ബേബിക്ക് ഒരു കുഴപ്പമില്ലെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സമാധാനമായി. അതുവരെ ഭയങ്കര ടെൻഷനായിരുന്നു. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം, അതായത് ഉച്ചത്തെ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ പോകണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പെൻ ഡ്രൈവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് 3D സ്കാനിങ് ആണ് ചെയ്തത്. അതിന് നമുക്കൊരു വിഷ്വൽ മറ്റേ വീഡിയോ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് പെൻ ഡ്രൈവിലിട്ട് കാണാൻ പറ്റും. അപ്പോൾ പെൻ ഡ്രൈവ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണാനുള്ള ഒരു ആകാംക്ഷയിലാണ് ഗൈസ് ഞങ്ങൾ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഡോക്ടറെ കാണാനും ഒക്കെ പറ്റിയത്. അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ നമ്മൾ പോയ ദിവസം. അങ്ങനെ നമ്മളവിടെ കണ്ടു. ഇനിയിപ്പോൾ ഇറങ്ങാൻ പോവുകയാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ വിജിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. നോർമൽ ഡെലിവറി ആവണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന. അപ്പോൾ എല്ലാവരും വിജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളത് കഴിഞ്ഞ് നേരെ പോയത് വീട്ടിലേക്കാണ്. വീട്ടിൽ പോയിട്ട് ഇതേ ഞങ്ങൾ ഇതാണ് കേട്ടോ ടോപ്പ് ഞാൻ വെറുതെ ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്, ഭംഗിയുണ്ടോ? അതേ ഞങ്ങളിപ്പോൾ ശിവനെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ വിജി വന്നു കഴിഞ്ഞാൽ വിജിക്കൊരു എക്സസൈസ് ആവുമല്ലോ, അങ്ങനെ നടന്നോട്ടെ എന്ന് വിചാരിക്കും ഞങ്ങൾ. അപ്പോൾ വിജിക്കും ഇഷ്ടമാണ് നടക്കാൻ. അപ്പോൾ എക്സസൈസും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിതേ വഴിയിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഇന്ന് സ്പോർട്സ് ഡേ ആണ്, എന്തെങ്കിലുമൊക്കെ കിട്ടിയോന്നൊന്നും അറിയില്ല. അപ്പോൾ അതിനുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾ നിൽക്കണത്. സർപ്രൈസ് ആയിട്ട് മാമ വന്നിട്ടുണ്ടല്ലോ. ആണോ കണ്ണ? അച്ചോ, നമുക്ക് പുറത്തേക്ക് പോവാം മേമ്മയുടെ കൂടെ. എന്തിനു മുന്നേ കിട്ടിയേ? ഉണ്ടാവും. ശിവ ഗ്രൂപ്പിൽ വരില്ലേ? അടിപൊളി. ശിവ എന്തൊക്കെ ചെയ്യിപ്പിച്ചു? സ്പോർട്സിന് ഓടിപ്പിച്ചാ? മേടിക്കാൻ തന്നെ പറയുമ്പോ തുറന്നാതീറ്റാ. ഇപ്പൊ പാവു തുറന്നു നോക്കിയേ, മറച്ചു നോക്കിയേ. മൂക്ക്, കണ്ണ്, ചുണ്ട്. ഇതാര പൊന്നാ? എങ്ങനെ കിടക്കണത് കുഞ്ഞുകാവ? ഇത് നോക്ക്, ഇതാരത്? മുഖം കണ്ട പൊന്നോ? കുഞ്ഞിമൂക്ക് കണ്ട? ഇങ്ങനെ കൊടുക്കാല്ലേ, ഇങ്ങനെ കൊടുക്ക. അതിന് മനസ്സിലായി, അതില് കൈ ഇങ്ങനെ കാണാണ്ട്. അതല്ല പറഞ്ഞ ഇത് നോക്ക, ഇത് മോന് മനസ്സിലാവും. കണ്ടാ?
പിന്നെ ഞാൻ ഒരു സാധനം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നല്ല, മീഷോ എന്നാണ് കേട്ടോ ബുക്ക് ചെയ്തത്. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴേക്കും എനിക്കും അമ്മയ്ക്കും നമ്മുടെ തുണികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കവറുകൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ടുണ്ട്. ഒരു എന്താ പറയുക 6 എണ്ണം വരുന്നതാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. 171 രൂപയാണ് വന്നത്. ഇത് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നമുക്ക് മുഷിഞ്ഞ തുണികളായാലും ഒരെണ്ണത്തിൽ വെക്കാം. നമ്മളുടെ ഇന്നർ വെയേഴ്സും അങ്ങനെയെല്ലാം മാറ്റി മാറ്റി വെക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇത്രയുള്ള നമ്മുടെ വീഡിയോ. എല്ലാവരും മുഴുവനായിട്ട് കണ്ടു എന്ന് വിചാരിക്കണം. നമുക്ക് ഇനിയും വേറെ വീഡിയോസ് ആയിട്ട് വരും കേട്ടോ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ഗൈസ്, ബൈ.